അങ്ങനെ ആ ദൗത്യവും പൊളിഞ്ഞു. നാരായൺ ചെല്ല അങ്ങേരുടെ അച്ഛൻ മുത്തുപ്പട്ടരുമെന്ന് പറഞ്ഞാൽ പോലും നീലിനെ അനുസരിക്കാൻ പോകുന്നില്ല. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി മോളെ. എടി, അന്തസ്സുള്ളൊരു പെണ്ണായിരുന്നെങ്കിൽ ഭർത്താവ് വേണ്ടെന്ന് പറയുന്ന ആ നിമിഷം തന്നെ പെട്ടിയെടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാനെ. അതെങ്ങനെയാ? നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചാലല്ലേ സംസ്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? തല്ലോ? ഇനി തല്ലിയാലേ നീ വിവരം അറിയും. നീ കണ്ടോ? കോടതിയിൽ ഞാൻ ഇതും പറയും. പറഞ്ഞോ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് മാറാൻ തയ്യാറല്ലേ? അല്ല. എന്തിന്റെ പേരിലാടി നീ പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നിന്നെ ആരും ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. സത്യം പറയാൻ ആരും ക്ഷണിക്കണമെന്നില്ല. ചെറിയച്ചാ, നിങ്ങൾ ഈ അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരാറുണ്ടോ? അങ്ങനെയില്ല, ഇടയ്ക്കൊക്കെ വരും. ഞാൻ മുടങ്ങാതെ വരും. ഭയങ്കര ശക്തിയുള്ള മൂർത്തിയാ. വിളിച്ചാ വിളിപ്പുറത്താ. പിന്നെ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് കണ്ടത് ഏതായാലും നന്നായി. വേറൊന്നുമല്ല, രാഹുലേട്ട സ്വാതിയെ സഹായിക്കാൻ പോവാന്ന് കേട്ടു. അവളുടെ ഡിവോഴ്സ് കേസിന് രാഹുലേട്ടനാണ് വക്കീലിനെ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ചില ആലോചനകൾ നടക്കുന്നുണ്ട്. മണ്ടത്തരോ കാണിക്കുന്നത്. കഴിയുന്നതോ ആ പ്രശ്നത്തിൽ നിങ്ങൾ ആരും ഇടപെടാതിരിക്കുന്നതാ നല്ലത്. പ്രത്യേകിച്ച് രാഹുലേട്ടൻ. അല്ലെങ്കിൽ അവസാനം എല്ലാത്തിനും രാഹുലേട്ടൻ സമാധാനം പറയേണ്ടി വരും. അവളെ സഹായിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അയ്യോ, നമുക്കൊന്നും സഹായിക്കാൻ പറ്റുന്ന കേസേ അല്ലത്. നാറ്റ കേസാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സഹായിക്കുന്നവരും നാറും. ഒരു വക്കീലിനെ വെക്കാൻ സഹായിച്ചു എന്ന് കരുതി എന്ത് സംഭവിക്കാൻ? ജയിച്ചു എന്നായിരിക്കും മനസ്സിൽ. വനിതാ കമ്മീഷന് മുമ്പിൽ ചെല്ലുമ്പോ എന്താ നീ പറയാൻ പോകുന്നത്? നിന്നോടാ ചോദിച്ചത്. നിനക്കെന്താ നാവില്ലേ? ഞാൻ എന്താ പറയേണ്ടത്? അപ്പൊ അതറിയാതെയാണോ നോട്ടീസ് ചാനലിന് ചോർത്തിയതും ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചതും? അച്ഛനടക്കം ആർക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായി. നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. എന്താടി മിണ്ടാതെ നിൽക്കുന്നത്? കമ്മീഷന്റെ മുമ്പിൽ വെച്ച് ഈ എന്നെ എങ്ങനെ നാറ്റിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ കമ്മീഷൻ എന്താണെന്നും അതിന്റെ ശക്തി എന്താണെന്നും നല്ലതുപോലെ അറിയുന്നവള് തന്നെയാ ഞാൻ. അവിടെ സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്ന ഓരോ വാക്കിനും എന്തുമാത്രം വിലയുണ്ടാവുന്നും നന്നായിട്ട് തന്നെ എനിക്കറിയാം. പേടിപ്പിക്കൊന്നും വേണ്ട. നീ അങ്ങനെ പേടിക്കുന്നവനല്ല ഞാൻ. എനിക്ക് വേണ്ടിയല്ല, ഈ കുടുംബത്തിന് വേണ്ടി. എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി. നീ കമ്മീഷനിൽ എനിക്കെതിരെ മൊഴി കൊടുക്കരുത്. കാല് പിടിക്കുകയാണ് ഞാനെന്നൊന്നും വിചാരിക്കണ്ട. എനിക്കെന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷെ അതുപോലല്ല അച്ഛനും അമ്മയും. അവർക്ക് പരിചയക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ട് തല മുമ്പിട്ട് നിൽക്കാനുള്ള അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കരുതെന്നും എനിക്ക് നിർബന്ധമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? കമ്മീഷനല്ല, ഇനി സുപ്രീം കോടതി നേരിട്ട് വന്ന് പറഞ്ഞാലും നിന്നോടൊപ്പം ജീവിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചുറച്ചതാ. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ അതിൽ നിന്ന് മാറ്റാനൊന്നും ആർക്കും പറ്റില്ല. നിന്നോടൊപ്പം ജീവിച്ചേ പറ്റൂന്ന് പറയാൻ ഏത് നിയമത്തിന് കഴിയും? പിന്നെ ചെയ്യാവുന്നത് ഇപ്പൊ ചെയ്തതുപോലെ നാണം കെടുത്താവുന്നുള്ളതാണ്. അത് പറ്റുമായിരിക്കും. അത് വേണോ വേണ്ടോന്ന് നീ തീരുമാനിക്കും. ഒന്നുമല്ലേലും കുറെ കാലം ഉണ്ടു ഉറങ്ങി കഴിഞ്ഞ് വീടല്ലേ ഇത്. അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിക്കും. നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിയണം. ദേ, അവിടെ ഇവിടെ ഇരുന്ന ആളുകൾ പലതും പറയും. അത് കേട്ട് സ്വാതിയോട് എങ്ങാനും ഇഷ്ടം തോന്നാൻ തുടങ്ങിയാലുണ്ടല്ലോ. നിനക്കങ്ങനെ തോന്നിയോ? തോന്നി. കമ്മീഷൻ ഓഫീസിലേക്ക് പോയ നീലല്ല തിരിച്ചു വന്നത്. ആ നീല് വേറെ, ഈ നീല് വേറെ. അവള് ഭയങ്കര മിടിക്കുക.
ഞാൻ കരുതിയത് കമ്മീഷന് മുമ്പിൽ വെച്ച് അവള് നീലിനെ പൊളിച്ചടുക്കുന്നായിരുന്നു. ഓ, അവള് ഭാരതശ്രീധൻ ഭാവശുദ്ധിയാണല്ലോ. എല്ലാ ലക്ഷണങ്ങളും നിറഞ്ഞ കുലസ്ത്രീ. എന്റെ കാൽക്കുലേഷൻ തെറ്റി. ഇനിയൊരു തെറ്റലും കൂടെ താങ്ങാനുള്ള കരുത്തില്ല എനിക്കല്ല, വേദയ്ക്ക്. വിളിച്ചിരുന്നു വേദ. നേരിട്ട് വിളിക്കാഞ്ഞത് അവൾക്ക് ദേഷ്യമുള്ളതുകൊണ്ടാ. ദേഷ്യം അവളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തുടങ്ങി ദേഷ്യം പിടിക്കാനും ഭരിക്കാനും. അവിടെയാ സ്വാതി വേറിട്ട് നിൽക്കുന്നത്. എന്താ പറഞ്ഞത്? സ്വാതി വേറിട്ട് നിൽക്കുന്നോ? എനിക്കറിയില്ല എങ്ങനെയാ ഇത്ര പെട്ടെന്ന് എന്റെ മനസ്സ് മാറിയെന്ന്. കമ്മീഷന് മുമ്പിൽ നീ എന്നെ രക്ഷിച്ചതൊന്നും അല്ല കാരണം. ശരിയാണ്, അതൊരു ഇമ്മീഡിയറ്റ് റീസണാണ്. എൻ്റെ മനസ്സ് എനിക്ക് മുമ്പിൽ ശരിയായ അർത്ഥത്തിൽ തുറന്നു വരാനുള്ള പെട്ടെന്നുള്ള കാരണം. നീ ഇവിടെ ഇരിക്കും. പക്ഷെ ശരിക്കും ആലോചിച്ച മുമ്പേ എന്താ പറയാ, നീ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായ ആ സമയത്ത് തന്നെ ഒരുപക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. ഞാൻ പോലും അറിയാതെ. ഇത്രയും കാലം ഞാനത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. അപ്പോ എന്നെ സ്നേഹിക്കുന്നുണ്ട്? തീർച്ചയായും സ്നേഹിക്കുന്നുണ്ട്. നീ നല്ലവളല്ലേ? സ്വാതി എത്തി വന്നെന്നാണ് തോന്നുന്നത്. അത് തന്നെ. പറയാണ്ടിത് എങ്ങോട്ട് പോയത്? ഇവിടെ എല്ലാരും പേടിച്ചിരിക്കണ അറിയാമാ? എന്തിന്? ഓ, രാവിലെ ഉറക്കാണീച്ച് നോക്കിയപ്പോ രണ്ടുപേരെയും കാണാനില്ല. പിന്നെ പേടിക്കാതിരിക്കുവോ? ഇന്നലെ രാത്രി കണ്ടീഷൻ അത്ര ശരിയല്ലായിരുന്നല്ലോ. ഞങ്ങൾ അമ്പലത്തിൽ പോയതാ, നിർമാല്യം തൊഴ. കോവിലിൽ പെയ്യതാ? എന്നാ പിന്നെ പറഞ്ഞിട്ട് പെക്കൂടായിരുന്നാ? അകത്തേക്ക് പെട്ടെന്ന് കയറിച്ചല്ലേ, എല്ലാരും കാത്തിരിക്കണം. ഓടിപ്പോ. വെള്ളം അത്രയും പെയ്. പെട്ടെന്ന് തീരുമാനിച്ചത് നിർമാല്യം തൊഴാന്ന്. ആരെയും ഉണർത്തണ്ടെന്ന് കരുതിയ പറയാതിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നീയല്ലേ പറഞ്ഞത് ഈ പോക്കിൽ ദുരൂഹതയുണ്ട്, പ്രശ്നമാണെന്നൊക്കെ. വല്യമ്മ കയറി കയറ് പൊട്ടിച്ചപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. എന്തിന്? ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അമ്മേ. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി ഒരുത്തം വന്നത് 4 കാലയില. 4 കാലം നീന്തി നടക്കുന്നത് ആരാ? കൊച്ചുകുട്ടികളല്ലേ. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചതാ, എല്ലാം നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെയും തുടങ്ങി. വഴക്ക് പറയല്ലേ അച്ഛാ. ഇന്നലെ ഏട്ടനൊരു അബദ്ധം പറ്റിയതാ. ഇനി അത് ആവർത്തിക്കില്ല എന്ന് മാത്രല്ല, നല്ല കുട്ടിയായിട്ട് കഴിയാന്ന് സമ്മതിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. എന്ത്? എന്താ പറഞ്ഞതെന്ന്? അതെ, ഞങ്ങൾ ഇനി അടിച്ചു പൊളിച്ച് ജീവിക്കാനാ പോകുന്നേ. നീലേ, ഇത് ശരിയാണോ? നീ എന്തിനാ നീലിനോട് ചോദിക്കുന്നേ? ഏട്ടത്തി പറയുന്ന വിശ്വസിച്ചാ മതി. ഏട്ടത്തി പറയുന്നതേ അനിയൻ അങ്ങ് വിശ്വസിച്ചാ മതി. ഞാൻ വിശ്വസിക്കണമെങ്കിൽ അത് നീല് പറയണം. എന്താ നീലേ, ഇവള് പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അല്ലെങ്കിൽ ഏട്ടൻ പറഞ്ഞേനല്ലോ. എന്തിനാ ഗൗരി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. അത് ഞാൻ പറഞ്ഞാലും തീർന്നു, ഏട്ടൻ പറഞ്ഞാലും തീർന്നു. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. മോളെ, ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. മോളെ ഏതമ്പലത്തിലാ പോയത്? കൃഷ്ണന്റെ അമ്പലത്തില്. ഒരുപാട് പ്രാർത്ഥിച്ചു. എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അനുഗ്രഹവും വാങ്ങി. നന്നായി. മാലതി, നീ അവർക്ക് ചായ എടുത്തോളൂ. എല്ലാത്തിനും നന്ദിയുണ്ട്. നീ ഇതെന്താ മോളെ കൊച്ചുകുട്ടികളെ പോലെ?